ഇങ്ങനെ 12,000 കുതിരക്കൂട്ടത്തിന്റെയും അശ്വഭടന്മാരുടെയും മധ്യത്തിൽ ഒഴുകി നീങ്ങുന്ന രാജാവിന്റെ കുതിരയുടെ കടിഞ്ഞാനെ പിടിച്ചു നിർത്തി. രാജാവിന്റെ ദേഷ്യം മനാസ് ആരടാ നീ കറുപ്പ, എന്തടാ നീ കറുപ്പ എന്ന് വിചാരിച്ചത്? എന്താടാ കറുപ്പ നീ വിചാരിച്ചത്? നീ എന്റെ വഴി മുടക്കുക. ഈ ജാതി പടക്കൂട്ടത്തിന്റെ മുന്നിൽ ഒഴുകുന്ന എന്റെ കുതിരയുടെ ചീനി തടയാൻ എങ്ങനെയാടാ നിനക്ക് ധൈര്യം വന്നത്? ഫഖാല, അപ്പോൾ വന്ന കറുത്ത മനുഷ്യൻ പറഞ്ഞു, അന മലക്കുൽ മൗത്തി, ഞാൻ മലക്കുൽ മൗത്താണ്. എന്താ സംഭവം? ഇമാം യഹ്യയിൽ പറയുന്നത്, ഞാൻ മലക്കുൽ മൗത്താണ്. അർസലനി റബ്ബി ലിഅന അഖ്ബല റൂഹക ഫീ വസ്തി ജുൻദിക, ഈ പടക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നനായി കാലിന്റെ ഈ കാൽപാദത്തിന്റെ അടിയിലേക്ക് വീഴ്ത്താൻ അല്ലാഹു എന്നെ അയച്ചതാവുന്നു. അപ്പോൾ രാജാവിന്റെ ശബ്ദം ചെറുതായി. രാജാവ് പറഞ്ഞു, അംഹിൽനി, ഞാൻ എന്റെ കൊട്ടാരത്തിലെത്തട്ടെ, ഞാൻ എന്റെ വീട്ടുകാരോട് ഒരു വാക്കെങ്കിലും പറയട്ടെ, കുറച്ചു നേരം തരൂ. അപ്പോൾ പറഞ്ഞു, ലാ മഹ്ലത ഇൻദി അന ഖാദിമു റബ്ബി, എനിക്കങ്ങനെ സമയം തരാൻ പറ്റൂല. എന്റെ റബ്ബ് കൽപ്പിച്ചാൽ ഉടനെ നടപ്പിലാക്കുന്ന ആളാണ് ഞാൻ. തന്റെ കാൽച്ചുവട്ടിലേക്ക് വീണു രാജാവ്. അതാണ് ഐനൽ ഖുറൂനു വഅയ്നൽ മുബ്തനുലനാ ഹറൽ മദൈനാ ഫീ അൽ മാഉ വശജറു. ഈ മനോഹരമായ ഉദ്യാനങ്ങളും നഗരങ്ങളൊക്കെ നമുക്ക് സംവിധാനിച്ചു തന്ന രാജാക്കന്മാരൊക്കെ എവിടെ പോയി? അയ്ന കിസ്റാനു ശർവാന മാലബിഹി സർഫു സമാനി വാഫ് നാമുൽകാഹുൽ ഗബറു. അവരെ അധികാരങ്ങളെല്ലാം മണ്ണിട്ട് മൂടില്ലയോ? ഇത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് മരണമുണ്ട് എന്ന് നാം ആലോചിക്കണം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കുറെ കാലായിട്ട് ചത്തുപോയ കുറെ യൂറോപ്യൻ രാജാക്കന്മാരുടെ മുഖം നോക്കുന്ന പണിയായിരുന്നു എനിക്ക്. അലക്സാണ്ടറുടെ ഭാര്യയും നിൽക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് കൗതുകം തോന്നി. അലക്സാണ്ടർ ഭാര്യ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, എനിക്ക് വളരെ കൗതുകം തോന്നി. എന്തോ ഒരു സൗന്ദര്യമാണ് അലക്സാണ്ടറുടെ സൗന്ദര്യവും ഭാര്യയുടെ സൗന്ദര്യമൊക്കെ. പക്ഷേ മനുഷ്യൻ ചിന്തിക്കണം, എവിടെ പോയി ഇവരൊക്കെ ഇപ്പോൾ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നല്ല നാളേക്ക് വേണ്ടിയും നമ്മുടെ പരലോകത്തിന് വേണ്ടിയുമാണ് ഇത് നമ്മൾ സമർപ്പിക്കുന്നത്. ഒരായത്ത് കൂടി പറയട്ടെ, കേട്ടോളൂ. സൂറത്തുൽ അഹ്സാബ് 16. മരണം വിട്ടോടിയ, മരണത്തെ പേടിച്ചോടിയ ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്നലെ വരെയുണ്ട്. എന്നാൽ മരണത്തിൽ നിന്ന് പേടിച്ചോടിയിട്ട് നിങ്ങൾക്കൊരു ഉപകാരവുമില്ല. മരണത്തിനെ പേടിച്ചോടി ഒരാളും രക്ഷപ്പെടുമെന്ന് കരുതല്ല. നിങ്ങൾക്കൊരു ഉപകാരമേ ചെയ്യുകയില്ല. അൽ ഫിറാറു മിനൽ മൗത്ത്, ഈ മരണത്തിൽ നിന്നുള്ള ഓട്ടം. ഇതല്ലാ തുമത്തഊന ഇല്ലാ ഖലീലാ, ഇതല്ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. ഒരല്പനേരം നിങ്ങൾക്ക് രസം അനുഭവിക്കാം, നിങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥലത്തെത്തുന്നത് വരെ എന്ന് മാത്രം. സൂറത്തുൽ അഹ്സാബ് 16. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد.
മലക്കുൽ മൗത്ത് മഹാനായ സയ്യിദുനാ ഇസ്രായീൽ വരും. എന്നിട്ട് മലക്കുൽ മൗത്ത് സയ്യിദുനാ ഇസ്രായീൽ അവനെ പിടിക്കുന്ന നേരത്ത് പറയും, പേടിച്ചോടിയ ആളുകളോട് പറയും, നീ ഒളിച്ചും മാറിയും കളിച്ചിരുന്ന മരണമാണിത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നീ പലപ്പോഴും ഒളിച്ചു മാറിയൊക്കെ കളിച്ചിരുന്നല്ലോ. ഇന്ന് നിങ്ങൾക്ക് എവിടെത്തി? ഇന്ന് നിനക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് പറയും. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. സൂറത്തുൽ ഇൻസാൻ 78-ാമത്തെ വചനം ഞാൻ വിശദീകരിക്കുന്നില്ല. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. മുഅ്മിനീങ്ങളെ, മരിച്ചാലും മരിക്കാത്ത ചില കർമ്മങ്ങളുണ്ട്. നാഫിയായ ഇൽമ പ്രചരിപ്പിച്ചവൻ മരിച്ചാലും മരിക്കുകയില്ല. ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ അവരെ മരിച്ചാലും മരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ സത്യത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആളുകൾ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ. സൂറത്തുൽ ബഖറ 154. വലാ തഖൂലു, ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരെ പറ്റി ഒരിക്കലും പറഞ്ഞു പോകരുത്. അംബാതൻ, മരിച്ചവരാണെന്ന് പറയരുത്. ബൽ അഹ്യാ, അവരിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ 154. അഥവാ മരിച്ചാലും ചില ആളുകൾ മരിക്കില്ല, അവർ ജീവിക്കും. ഒരായത്തെ അവർ മരിച്ചു എന്ന് പറയരുത്, ഒരായത്ത് പറയരുതെന്ന് മാത്രമല്ല വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആല ഇംറാൻ 169. കേട്ടോളും, ഞാൻ 2 മരണം കാണിച്ചുതരാം. ചില ആളുകൾ മരിച്ചാൽ മരിച്ചു എന്ന് പറയരുത്, പറയില്ലെങ്കിലും വിചാരിക്കുകയും ചെയ്യരുത്. പറയാനും പാടില്ല, വിചാരിക്കാനും പാടില്ല. ചില ആളുകൾ കാര്യങ്ങൾ പറയൂല, പക്ഷെ വിചാരിക്കും. ചില ആളുകൾ കാര്യങ്ങൾ പറയൂല, പക്ഷെ വിചാരിക്കും. ഒച്ചങ്ങനെ കമ്മിയാകുന്നത് കേട്ടാൽ കണ്ടപ്പോ സഹസ്ര ആർക്കും തോന്നുന്നുണ്ടാവും, ഇന്നിപ്പോ ഇത് ഒഴിവാവും, ഇന്ന് തീരുന്നവരെ ഒച്ച ഉണ്ടാവില്ലേ. പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ വിചാരിക്കും. ഇത് വിചാരിക്കാൻ പാടില്ല. വലാ തഹ്സബന്നല്ലദീന, ഈ ഒച്ച കൊണ്ട് ഒരു അന്യായത്തിന് വേണ്ടി അടുത്ത കാലത്ത് വാദിച്ചിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പിന്നെ അത് നിലനിർക്കും. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഒന്നും വിചാരിക്കരുത്, പറഞ്ഞു പോയതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ. അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവര് മരിച്ചു എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടും ദീനിന് നേട്ടമുണ്ട് എന്ന് കരുതി പറഞ്ഞതാണ്. നേട്ടമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതവരുടെ ബുദ്ധിമോശം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. വളരെ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ വളരെ ആലോചിക്കണം. അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരും മരിച്ചു എന്ന് പറയരുത്, ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യരുത്. കാരണം അവരാരാണിപ്പോഴും, അവർക്ക് ജീവനുണ്ട് എന്നല്ല, ബൽ അഹ്യാഉൻ, അവരിപ്പോഴും ജീവിക്കാണ്. എപ്പോഴായി ആയത്തിറങ്ങിയത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഓടിക്കളിച്ചു സയ്യിദുനാ ഹംസ. ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് 70 ശുഹദാക്കളെ കൂട്ടത്തിൽ പാറിക്കളിക്കുകയായിരുന്നു സയ്യിദുനാ ഹംസ. അപ്പോൾ അവര് തമ്മിൽ പറഞ്ഞു, മയുഖ്ബിറു അന്നാ ലിഇഖ്വാനിനാ ബിൽ മദീന. നമുക്ക് ഇത്ര വലിയ സന്തോഷമാണ് എന്ന് മദീനയിലെ നമ്മൾ ആളുകൾക്ക് ആരാണെന്ന് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു.
മനസ്സിലായില്ലേ? അവർ സ്വർഗത്തൂടെ പറന്ന്